കയ്യിലും നെഞ്ചിലും ഒക്കെ ഉണ്ട്. ആയുസിനിയും ബാക്കിയുണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്നു. അച്ഛൻ പറഞ്ഞു നീ ഏതോ സൈക്കിൾ കടയിലാണ് താമസം. അവിടെ ചോദിച്ചപ്പോഴാ ഈ ലോഡ്ജിലാണ് നടന്നത്. അയാൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ. നിനക്ക് വീട്ടിൽ പോയി താമസിച്ചൂടെ? ഏത് വീട്? കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്തവനാണ് ഞാൻ. കണ്ടോ, ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത്. സ്വപ്നങ്ങളും ജീവിതവും എല്ലാം. എന്നിട്ടൊരു കിരീടം വെച്ചു തന്നു. ഇപ്പൊ ദാ മുഖത്ത് കണ്ടില്ലേ? ആരെയും പറഞ്ഞ് മനസ്സിലാക്കണ്ട. കൊള്ളാം, ഭംഗിയുണ്ടല്ലേ? അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എന്തിന്? ഇനി ഇത് മാറ്റാൻ പാടില്ല. സേതുമാധവന്റെ കിരീടത്തിൽ ഇതൊരു തൂവൽ. തൂവലോ? അതെ, തൂവൽ. നിനക്കതൊന്നും മനസ്സിലാവില്ല അല്ലേ, മണ്ടൻ? എന്ത് ശരിയായത്? നിനക്ക് ആകെ ഒരു മാറ്റമുണ്ട്. ജയിലിൽ നിന്ന് വന്നപ്പോ കണ്ട സേതു അല്ലത്. അല്ല അല്ലേ? ഒരു മനുഷ്യന് എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ സേതുമാധവനാണ്. ഇനി ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. മിണ്ടരുതാ വാക്ക്. ശരിയാവും അത്രേ. കേട്ടു തുരുമ്പിച്ചു. ജീവിതത്തിൽ 1000 വട്ടം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവും. എന്റെ അമ്മ, അച്ഛൻ, പെങ്ങന്മാര്, അനിയൻ, ദേവി, നീ, അങ്ങനെ എല്ലാവരും പലവട്ടം പറഞ്ഞു ശരിയാവും. എവിടെ എവിടെ ശരിയായി? ശരിയാവില്ല. സേതുമാധവൻ ഒരിക്കലും ശരിയാവില്ല. സേതു, നമുക്ക് നാട്ടിലേക്ക് പോവാം. അവിടെ എൻ്റെ കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുതലാളി ഒന്ന് കാണാം. എനിക്ക് വേണ്ട, ഞാൻ വരില്ല. പിന്നെ എന്താ ചെയ്യാൻ പോണേ നീ? എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹംസക്ക, ഇത്തിരി ധൃതിയിട്ടിട്ടായിരിക്കേ. തരാൻ നായരെ 2 കൈയല്ലേ ഉള്ളൂ. സഹായത്തിന്റെ ആളെ വെച്ചിട്ടുണ്ട്. നോക്കിയിരിക്കുമ്പോ ഓനെ കാണില്ല. ആ 1 കിലോ അല്ലേ വേണ്ടേ? നീ ഇതെവിടെ നിരങ്ങാൻ പോയതാടാ? ഒരു ചായ കുടിക്കാം. അപ്പൊ കുറച്ചു നേരം മുമ്പ് നീ എങ്ങടാ പോയത്? അത് മൂത്രമൊഴിക്കല്ലേ? മൂത്ര ഒഴിയും ചായ ഒടിയും. പണിയെടുക്കാണ്ട് നേരം കളയണം. എനിക്കാണ്ട് ഇറച്ചി വെട്ടി കൊടുക്കടാ. എത്ര? 1 കിലോ. അതെ, എല്ലില്ലാണ്ട് എടുക്കണം കേട്ടോ. അപ്പൊ എല്ലെന്ത് ചെയ്യും? എന്റെ നായർ ഇത്തിരി എല്ലൊക്കെ തിന്നണം, എന്നാലും എല്ലിലും നട്ടലിനൊക്കെ ഒരു ഇതുണ്ടാവും. ഓ, നിന്റെ എല്ലിന് നല്ല ബലമാണല്ലോ. എന്തേ എത്ര പേരെ ഇടിച്ച് ചോര തുപ്പിച്ച കൈയാണെന്നറിയത്? നമ്മുടെ ചത്തുപോയി കീരിക്കാടൻ ജോസ് ഞാൻ തമ്മിൽ പല പ്രാവശ്യം മുട്ടിയിട്ടുണ്ടല്ലോ. എന്റെ മേലൊന്ന് പോറിയിട്ടില്ല. നീ ഓടിയിട്ടുണ്ടാവും. ഓട് ഹൈദ്രോസിന്റെ ചരിത്രത്തിലില്ല. കാര്യം ഹൈദ്രോസ് മര്യാദക്കാരനായിട്ട് പണിയെടുത്തിനാന്ന് വെച്ച് പഴയ ചങ്കൂറ്റൊന്നും കളഞ്ഞു വിളിച്ചിട്ടില്ല. പറഞ്ഞപ്പോഴാ ഓർക്കണേ, നീ പോയപ്പോ ആ സേതുമാധവൻ എന്നെ തിരക്കി വന്നിരുന്നു. ആര്? സേതുമാധവൻ എന്നെ തിരക്കിയോ? എന്തിന്? എനിക്കറിയോ, കുറച്ചു കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ഓ, പെട്ടെന്നൊരു വയറുവേദന. അംസക്ക, ഒന്ന് വിളിക്കുന്നിട്ട് വരട്ടെ. പണി കഴിഞ്ഞിട്ട് പോയാ മതി. സേതുമാധവൻ അന്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊണ്ടാവും വയറ്റുവേദന. ഡോ വേണ്ട, കളിയാക്കണ്ട. ഹൈഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഹൈഡ്രോസ് മഹാപശക. അംസക്ക, അവൻ പോക്രിത്തരത്തിനാ വരുന്നെങ്കിൽ നാളെ ഒരു കടയിലേക്കാൻ വേറെ ആണോ വെക്കോ? വെട്ടിയാന്ന് ഓർക്കും. സെൻട്രൽ ജയിലേ എനിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ. ഹൈദ്രോസ വേണ്ട, ബുദ്ധിമോശം കാണിക്കല്ലേ. എന്നെ തടയരുത് ഹൈദ്രോസ. കാച്ചു ഞാൻ. ഹൈദ്രോസ, ഹൈദ്രോസ നിക്കണ അവിടെ.
ഏ? കൊല്ലു ഞാൻ കൊല്ലു ഞാൻ ആരെ നിന്റെ തന്തരെ? എടാ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? ഏ? എനിക്ക് ശരിക്കൊന്ന് ജീവിക്കണോടാ ഇനി. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ ചങ്കൂറ്റമുണ്ടോ? ഉം. ഇതെന്ത് പട്ട? അന്ന് എന്റെ വീട്ടിൽ വന്ന് വിളിച്ചില്ലേ? ആ ജോലി എനിക്ക് വേണം. എന്താ ആലോചിക്കുന്നത്? ബുദ്ധിമുട്ടാണോ? ഏയ് അതല്ല, നിങ്ങളുടെ റേഞ്ചിൽ ഒരുത്തനും കള്ളവാറ്റ് നടത്തില്ല. നടത്തുന്നവന്റെ കൈ ഞാൻ വിട്ടും. നിങ്ങളെ ഞാനെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ തടിമിടുക്കും ആരോഗ്യവും കണ്ടല്ല. നിങ്ങളെക്കാൾ തടിമിടുക്കുള്ളവര് എന്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ പേര് കീരിക്കാടനെ കൊന്നവൻ. ആ പേരും ഭയവും ആളുകളുടെ ഇടയിൽ ഉണ്ടാവണം. അതിപ്പോ ഉണ്ടോ? പിന്നെ സേതോട്ടിന്റെ പേര് കേട്ടാ ഞെട്ടും. കീരിക്കാടന്മാര് കൂലിക്കൊണ്ടുവന്നവര് ഈ പരുവത്തിലാക്കിയ കാര്യം നാട്ടുകാർക്ക് അറിയില്ലേ? ഇപ്പോ അധികം ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞോളൂ. മുഖത്ത് നല്ലൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് ഞാൻ പകരം വീട്ടും. കൊല്ലൊന്നും ചെയ്യരുത്. അതിന് താഴെ എന്തും ആവാം. ഞാനുണ്ടാവും സഹായത്തിന്. എന്നോട് ആത്മാർത്ഥ കാണിച്ചാൽ തിരിച്ചും അതുണ്ടാവും. എടാ കീരിക്കാടൻ ജോസ് ആടായിരുന്നടാ. പുറകെന്ന് കുത്തില്ല. തന്തയ്ക്ക് പറഞ്ഞവനെ നീ എന്നെ കൂലിക്ക് തല്ലിച്ചു. ഞാൻ നിന്നെ നാട്ടുകാരുടെ മുന്നിൽ അടിക്കും. തന്നിച്ചോ തോമസ് ഏട്ടനെ ചോദിച്ചേ. സേതുമാധവൻ തല്ലി തവിട് പൊടിയാക്കുന്നു. എവിടെ? ടൗണില്. വേണ്ട, ഒന്നും ചെയ്യരുത്. വേണ്ട.
ഇത് പഴയ സേതുമാധവനല്ല, കൊന്നും കൊടുത്തും പേടി തീർന്നവനാ.